ഈശ്വമിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന ബെൻഡറ്റ് പ്രയർ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷ 88-ാം ദിനം രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചന പുസ്തകം 35-ാം അധ്യായം 5-ാം വചനം. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല, മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും, മൂകന്റെ നാവ് സന്തോഷത്തിന്റെ ഗാനം ആലപിക്കും. പ്രിയ മാതാപിതാക്കളെ, പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ച് പ്രത്യേകമായി നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കളുടെ ശാരീരിക വിശുദ്ധി, കണ്ണ് കുറ്റമറ്റതായി തീരുവാൻ, നല്ല കാഴ്ചശക്തി ഉണ്ടാകുവാൻ, നാവ് നല്ല രീതിയിൽ സംസാരിക്കുവാൻ, ചെവി നല്ലത് കേൾക്കുവാൻ, ശാരീരികമായ വൈകല്യങ്ങളെ തോൽപ്പിച്ച് എല്ലാ വൈകല്യങ്ങളും മാറി ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ മാറി നല്ല ആരോഗ്യത്തോടുകൂടിയുള്ള ജീവിതത്തിന് വേണ്ടി നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യെശയ്യാ 35:5 അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല, മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും, മൂകന്റെ നാവ് സന്തോഷത്തിന്റെ ഗാനം ഉതിർക്കും. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു പ്രതിസന്ധിയും ഞങ്ങളുടെ മക്കളെ ബാധിക്കാതിരിക്കട്ടെ. അവരുടെ ആരോഗ്യത്തിന് ഒരു കോട്ടവും വരാതിരിക്കട്ടെ. കർത്താവെ, അങ്ങേക്ക് വേണ്ടി സ്തുതികൾ ആലപിക്കുവാൻ അവരുടെ നാവുകളെ ശക്തമാക്കണമേ. എപ്പോഴും ശരീരത്തിൽ ആരോഗ്യം ആസ്വദിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. അങ്ങയിൽ നിന്ന് അകലുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ. സർവോപരി അങ്ങയെ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ. ഓ ഈശോനാഥ, ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടുന്ന് നൽകണമേ. അങ്ങനെ മക്കളെല്ലാവരും അങ്ങയെ എപ്പോഴും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ആമീൻ.